എൻ്റെ ജീവിതത്തിൻ്റെ ഒരു യുഗവും കൂടി കഴിയുക നാളെ മറ്റന്നാൾ. എന്താ വെച്ചാൽ ജൂൺ 15-ാം തീയതി എന്നോട് പിറന്ന നാൾ. വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല എന്നപ്പോൾക്ക് മറ്റേ പറപ്പിക്കുക. അപ്പം നിങ്ങളൊക്കെ പറയുന്നത് സത്യം, താല്പര്യമില്ലാണ്ട് ആ വീഡിയോയിൽ നിൽക്കാറ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾക്ക് മറ്റേ വീഗാലാൻഡിൽ റൈഡിനെ ഞാൻ കയറിയിട്ടുണ്ടായിട്ടോ. ആംബുലൻസ് സൈഡിൽ കൂടി ഒന്ന് പോകും, പക്ഷെ അതൊന്നല്ല. ഒരു റൈഡ് കയറാൻ കിട്ടുന്ന അവസരം എന്തിനാ പായാക്കുന്നാ ഓൻ്റെ അടുത്ത്. അപ്പോൾ പറഞ്ഞു വന്നത് ജൂൺ 15-ാം തീയതി എൻ്റെ പിറന്നാൾ. ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ജന്മദിനവും കൂടി. അപ്പോൾ അതിന് ഡ്രസ്സ് എടുത്ത് തരുമെന്ന് എന്നിട്ട് പോവുക. പിന്നെ വേറൊരു ഗിഫ്റ്റ് വാങ്ങി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഗിഫ്റ്റ് വാങ്ങണയോ വേണ്ടയോ എന്നുള്ളൊരു ചിന്താഗതിയിലാണ്. പൈസ കയ്യിൽ തരുമെന്ന് വെച്ചിട്ട് തരൂല എന്ന് പറഞ്ഞു. കുറച്ച് വെയിറ്റുള്ള സാധനമാണ്. എന്ന് വെച്ചാൽ കാണാൻ വെയിറ്റില്ല, കുറച്ച് മൂല്യമുള്ള സാധനമാണ്. അപ്പോൾ ചിലരൊക്കെ ഗസ് ചെയ്യും എന്താ സാധനം എന്നുള്ളത്. അത് തന്നെ അതിൻ്റെ പൈസ തരുമെന്ന് ചോദിച്ചപ്പോൾ തരൂല എന്നാണ്. അപ്പം അത് ഉറപ്പിച്ചിട്ടില്ല. എന്താക്കണം എന്നുള്ള രണ്ട് മനസ്സാണ്. പിന്നെ ഡ്രസ്സ് 3 കൂട്ടം ധാവണി വീട്ടിലുണ്ട്. ഞാൻ ഒരിടം വരെ പോകുന്നുണ്ട്. ഇടം ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ധാവണിയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഓസിക്ക് വാങ്ങി തരികയെന്ന് കേട്ടപ്പോൾ ഒന്ന് വാങ്ങുന്നു, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. കാരണം എല്ലാ ജന്മദിനത്തിനൊന്നും കറക്റ്റായിട്ട് തലേ ദിവസം നോക്കിയിട്ട് എന്നെ കരയിപ്പിക്കാൻ, ചിലപ്പോൾ പ്രസവിച്ചപ്പോൾ ഞാൻ ഡോക്ടർക്ക് പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നെ കരയിപ്പിക്കാൻ. പക്ഷെ ഇവനെ നല്ല അസലായിട്ടറിയാം. എല്ലാ വർഷവും ജൂൺ 14 എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് എന്നെ കരയിപ്പിച്ചോളൂ. പിന്നെ അത് 16-നെ ആ കരച്ചിൽ നിൽക്കുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവുക. അവിടെ പോയി നോക്കട്ടെ എന്തെടുക്കണം എന്തെടുക്കണ്ടെന്ന്. എൻ്റെ ലിപ്സ്റ്റിക് അല്ല കേട്ടോ, ലിപ് ബാമാണ്. ഇഷ്ടമില്ലാണ്ട് അടുത്തൊരു കളറാണ്, പക്ഷെ ഇപ്പം നല്ല ഭംഗി തോന്നുന്നുണ്ട്. ലാസ്റ്റ് ചെയ്യും കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ, എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ ലിപ്പ് ഭയങ്കര ഡ്രൈനെസ്. ചില ലിപ്സ്റ്റിക്ക് നമുക്ക് ശരിയാവില്ല. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ കഴിയുന്നതും ഉപയോഗിക്കല്ല. വീഡിയോ റീൽസൊക്കെ എടുക്കാൻ നേരം എടുത്തിടുക എന്നല്ലാണ്ട്. അപ്പം ലിപ് ബാമായ കുറച്ചും കൂടി നല്ലതല്ലേ. എൻ്റെ മോൾക്കൊന്ന് വാങ്ങിക്കൊടുക്കണം. അപ്പം അങ്ങനെയാണ്. പിറന്നാളിൽ തന്നെ എന്താ പരിപാടി എന്ന് വെച്ചാൽ പിള്ളേരെയും കൊണ്ടിട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വയറ് നിറയെ മേടിച്ചു കൊടുക്കുക. അതാണ് പിള്ളേരെയും കൊണ്ടുള്ള പരിപാടി. അങ്ങോട്ടും കറങ്ങാനും താക്കാനൊന്നും പോകുന്നില്ല. 10ാം ക്ലാസ്സാണ് അതുകൊണ്ട്. അപ്പം ഇപ്പം പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഷോപ്പിലെത്തി ഡ്രസ്സൊക്കെ നോക്കി. ചുരിദാറാട്ടോ നോക്കിയത്. അപ്പോൾ ആദ്യം ട്രയൽ ചെയ്തിട്ട് നോക്കി. പക്ഷേ ഒരുപാട് കളറുള്ളതുകൊണ്ട് ഇതെടുത്തില്ലേ. രണ്ടാമത്തത് ഞാൻ ഇട്ട് പോയ കളറ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ക്ലോത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പക്ഷേ ഞാൻ ഇട്ട് പോയതും സെയിം കളറ് തന്നെയാണ്, എടുക്കുന്നതും സെയിം കളറായാൽ നമുക്ക് അന്നപ്പോൾ ഒരു ഇഷ്ടമുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറേ ആലോചിച്ച്. അപ്പം അരുണിന് ഭയങ്കര ഇഷ്ടമായി. അരുണാട്ടോ വീഡിയോ എടുക്കുന്നത്. ഒടുക്കം ഇതിൻ്റെ കളർ ചേഞ്ച് ഒന്ന് നോക്കിയേക്കാമെന്ന് കരുതി. അപ്പോൾ ഇതേ എല്ലാവർക്കും അവിടുത്തെ സ്റ്റാഫൊക്കെയാണെങ്കിലും എനിക്കാണെങ്കിലും മേടിച്ച് തരുന്ന അരുണിനാണെങ്കിലും ഒക്കെ ഇഷ്ടമായി കേട്ടോ. ബാക്കിൽ ഭയങ്കര ലൂസായിട്ട് നിൽക്കുന്നുണ്ട്. തട്ടമിട്ട് ഒരു ഈമാനോടുകൂടെ വരാമെന്ന് കരുതി. എന്തിനടി തട്ടമിട്ടത് എന്നുള്ള കമൻറ്റുകൾ
ഇവിടെ സ്വീകരിക്കുന്നതല്ല. അപ്പം ഈ ഒരു ചുരിദാർ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഇതെടുത്തു കേട്ടോ. ഇതാണ് ഞാൻ അന്നേക്ക് എടുത്തത്. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് ട്രയലിട്ട് നോക്കിയേ. അപ്പം അത് ഭയങ്കര ലൂസായതുകൊണ്ട് എനിക്ക് ബാക്കിൽ പിന്ന് കുത്തിത്തരും കേട്ടോ. അപ്പം ഇത് ഞാൻ അന്നപ്പം എടുത്തിട്ടില്ലായിരുന്നു. അപ്പം പോകുന്നതിന് ശേഷമാണ് എനിക്ക് ഭയങ്കര വിഷമം ഇതെടുത്തില്ലാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാൻ അവിടെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫിന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇത് നാളെ പോയിട്ട് എടുക്കണം. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിഡിൻ ടോപ്പ് അല്ലെങ്കിൽ ധാവണി അങ്ങനത്തതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അപ്പം എടുക്കാൻ സമ്മതിക്കാണ്ട് ഇന്ന് വയറ് കാണുന്നതെന്ന് പറഞ്ഞിട്ടായി കേട്ടോ. ഏതായാലും ഇത് ഞാൻ എടുക്കും. രണ്ടാമത്തെ ഗിഫ്റ്റ് ഇവിടെ നിന്നാണ്, തീരുമാനിച്ചിട്ടില്ല. ഞാൻ പോയി നോക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കും. ഇവിടെ വെച്ചെടുത്തത് പോലെ കൊണ്ടുപോകും. വെച്ചോട്ടെ. ഫാൻസി നോക്കില്ലല്ലോ, അപ്പുറം മുക്ക പോണേ ഇഷ്ടപ്പെട്ട മോഡൽ വാങ്ങാൻ 10-15 ദിവസമൊക്കെ എങ്ങനെയാണ് ഓർഡർ ചെയ്യാൻ പറ്റിയോ? ഇവിടെ ആയിട്ടില്ല. എനിക്ക് പറ്റിയ പോലെ സൈസ് പിന്നെ അതാണ് സൈസ്. അത് രാത്രി ഞാൻ തന്നെ ഊരിക്കൊണ്ടു. 2.7 2.9 അല്ലേ? 8 ലൂസാ? 8 ലൂസാകുമ്പോലെ അല്ലെങ്കിൽ 2.7 വേണ്ടി ഇതിനെ നേരെ ചേർത്ത് അതിന്റെ സെയിം കിട്ടാൻ അതന്നെ ടൈറ്റാ. കട്ട് ചെയ്യുന്നു ഇത് 2.8. അത് കുഴപ്പമുണ്ടോ? അത് ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കും. അത് രണ്ടും സെയിം അല്ലേ? അത് പറ്റും. അത് കൈ സിംഗിൾ ആക്കി കയറ്റി നോക്ക്. ഇതിന്റെ മോള് കൂടി വരും. ശരിക്കും ഈ ഒരു വലിപ്പമാണ് എനിക്ക് വേണ്ടത്. എപ്പോഴും പെട്ടതിണ്ടല്ലോ ഇട്ട വലിപ്പമാണ് വേണ്ടത്. ഇതിനെപ്പോലെ ഇട്ടതാണ് കറക്റ്റ് സൈസ്. അതന്നെ നമ്മൾ ഇങ്ങനെ ചെറിയ മോൾ എടുക്കുമ്പോൾ ബെൻഡായി പോകും. ഇതിലും ചെറുതെടുക്കാൻ പോലെ ബെൻഡായി പോകും. ബാങ്കില് നല്ല രസമുണ്ട്. അത് ഞാൻ വെയിറ്റ് ഇത് ഊരിക്കോ. അത് രണ്ടും കൊടുത്തിട്ട് ആയിട്ട് 3 ഉണ്ടോ നോക്കി. അത് പിന്നും ഭംഗിയുണ്ട്. മാറ്റാനായി. ഗോൾഡ് 5 കൂടുതൽ ഇടാൻ പാടില്ല. എറിയാന് വടി വരുന്ന സമയത്ത് ഗുണ്ടെല്ലാന്നറിയില്ലേ? അതുകൊണ്ടാണ് വളം മേടിച്ചോന്ന് പറഞ്ഞ സമയത്ത് ഒന്നെങ്കിൽ എൻ്റെ സൈസിന് ചെറുത് അല്ലേ വലുത്. ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായി. പക്ഷെ ഇഷ്ടായില്ല. അപ്പൊ ഈ സൈസിൽ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഞാൻ മാറ്റണം. ഇതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്.
അതിനെക്കാട്ടും തിളങ്ങുന്നുണ്ട്. അത് പുതിയ ഗോൾഡ്, പക്ഷെ രണ്ടെണ്ണം ബോറാണ്. അത് തന്നെ മതി. സൈസ് നോക്കിയല്ലോ, തൽക്കാലം ഒരു മോതിരാക്കിയാലോ. നമുക്ക് ഇത് വേണമെന്ന് പറഞ്ഞേ. ഫോണും കണ്ട് ഞാനൊന്ന് ഓനെ വിളിച്ചു ചോദിച്ചോട്ടെ. ഹലോ, വള ഉണ്ടെങ്കിൽ സൈസ് വലുത് അല്ലേ ചെറുത്. എന്താക്കും മോതിരാക്കിയാലോ? വള എനിക്ക് പറ്റിയതൊന്നും ഇഷ്ടപ്പെടുന്നൊന്നും സൈസ് ഇല്ല. സൈസ് ഉള്ളതൊന്നും ഇഷ്ടമാകുന്നില്ല. രണ്ടും ഈ ഇഷ്ടമായില്ല. നമുക്ക് തൽക്കാലം മോതിരം നോക്കാം. ഇത് ശരിയാവും തോന്നുന്നില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഓർഡർ ചെയ്ത് തരാം കേട്ടോ. എനിക്ക് 15-ാം തീയതി എന്റെ പിറന്നാളാ. അതിന്റെ ഗിഫ്റ്റ്. അപ്പൊ ഇതൊക്കെ ഞാൻ എടുക്കുക വെച്ചാൽ ഇത് മുഴുവൻ ഞാൻ മാറ്റണം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് മോതിരാക്കാം. അതായത് ഹൈ ഡാർലിംഗ്, അതായത് പിന്നെ കുഴപ്പമില്ലാതെ. ഡാർലിംഗ് ഞാൻ കേട്ട കറ, ഞാൻ ചെറിയ പേരം കാണാതെ നമുക്ക് എന്നാ മോതിരത്തിലേക്ക് കാലിക്കിടാൻ പറ്റും. ഒന്നും നാമിനങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആദ്യം എന്തെങ്കിലും പാറ്റേൺ ഒന്ന് മനസ്സിൽ കാണുക. ഞാൻ നോക്കി ഗ്ലാസ് നാമിനെ കടന്നു. Yes. ടൈറ്റാ വിചാരിച്ചില്ല കിട്ടിപ്പോയി. എന്ത് എനിക്കെന്തിനാ ഒരു മിനിറ്റ്. അല്ലേലും അങ്ങനെയാ, ഇഷ്ടപ്പെട്ടതിന് എനിക്ക് കിട്ടൂല. ലക്ഷ്മി ദേവിയാണോ സരസ്വതിയാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് വിരലിൽ കയറുന്നില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. മൂന്നേ കാലുണ്ട്.
അല്ല 36,260. 3.4. 3.4 തന്നെ. പക്ഷെ ഇതൊക്കെ ഇട്ടാല് പഴയ അമ്മമാരല്ലേ? അമ്മമാരല്ല, അത് ബ്രൈഡിൻ്റെതാ. കാത് തൂങ്ങിപ്പോകുന്നു. ആ പഴയ അമ്മമാരെ കാത് കുറേയൊക്കെ സമയം വലിയ ഓട്ട. ഒരു പീക്കോക്ക് ഉണ്ട്. സ്റ്റോണ് റൂബിയാണോ അല്ലെ നോർമൽ സ്റ്റോണോ? ഇത് സാധാ സ്റ്റോണോ? സാധാ. ഇതിന്റെ സ്റ്റോണും പോയി. അത് നേരത്തെ കൊടുത്തിട്ട് കൊടുക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ മലബാർ ഗോൾഡ് പറഞ്ഞാൽ മതി. 3 കപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ വെയിറ്റ് എനിക്ക് താങ്ങൂല. ഒറ്റ ദിവസം ഒരൊറ്റ നേരെ എനിക്ക് ഇതിടാൻ പറ്റുള്ളൂ. ഒരു ക്യാരറ്റ് തലയിൽ കൂടി കിട്ടിയാൽ മതി. നമ്മളെ ബ്രോ വരുന്നുണ്ട്, അശ്വിൻ ബ്രോ വരുന്നുണ്ട്. എന്നാ ശരി. ജിപേ അറിഞ്ഞേട്ടാ ആ സ്കാനർ ഒന്ന് കാണിച്ചു കൊടുക്കി. അല്ല വേറെ ചെയ്യണ്ട. ബില്ല് ചെയ്യുന്നതിന്റെ വീഡിയോ എടുക്കാൻ ഓന് വീഡിയോ ഓൺ ആക്കാണ്ട് ബാക്കിയൊക്കെ പിന്നെന്ത് പറയാനാ, മറന്നുപോയി. ബില്ല് ചെയ്യുന്നതിന്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞ ഓനോട് ക്യാമറ ഓണാക്കാൻ മറന്നു കേട്ടോ. മോതിരം മറ്റേ ഇത് കാണിച്ചതല്ല കേട്ടോ, ഇതല്ല ഇത്. ഇത് മാത്രം ഗൾഫിലെ മലബാർ ഗോൾഡ്. അങ്ങനെ വണ്ടി കയറി മോതിരം പിന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ഡ്രസ്സ് ഞാനവിടെ ജസ്റ്റ് ട്രയലിട്ട് നോക്കിയിട്ടുള്ളൂ. ഞാൻ ഇത് മുമ്പേ ആണല്ലോ എഡിറ്റ് ചെയ്യുക. ആ ഡ്രസ്സ് ഞാൻ പറയും എന്ന് വിചാരിക്കുക. നിങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അത് ഞാൻ മേടിക്കും. എനിക്ക് അന്നപ്പം മേടിച്ച് തരാത്തവരൊക്കെ ഉണ്ട്. പക്ഷേ അത് ഞാൻ ജസ്റ്റ് ഒന്ന് റീലിട്ട സമയത്തും ഞാൻ മലബാർ ഗോൾഡിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ബിജിലി ചേച്ചി. ഓളെ കാണിച്ച സമയത്ത് ഓളും പറഞ്ഞ അടിപൊളിയാണ്. അപ്പോൾ വിചാരിച്ചത് ഞാൻ എടുക്കും. എന്നെ തടയാൻ ആരുണ്ടടാ? ഞങ്ങളെ രണ്ടാളെയും തടയാൻ ആരുണ്ടടാ? അപ്പോൾ അതിന് എന്തെങ്കിലും ഫുഡ് തട്ടണം. ഞാൻ മോക്കൊരു ബുഗാഡി നോക്കി. നോക്ക് ബുഗാഡി കുത്തണം എന്നൊരാഗ്രഹം. പക്ഷെ എൻ്റെ കയ്യിലുള്ള ബുഗാഡീൻ്റെ ഭംഗിയുള്ളതില്ല. അപ്പോൾ ഇത് ഓക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഏത് ടല്ലേലും കണക്കാണല്ലോ. അപ്പം എനിക്ക് ഓരോരോ ഓർണമെൻറ്റ്സ് ആദ്യമൊക്കെ ഞാൻ എനിക്കെന്നും പറഞ്ഞിട്ടായി മേടിക്കുക. ഇപ്പം ഞാൻ അങ്ങനല്ലേ, ഏതായാലും അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു തേങ്ങയിട്ടത് അത് ഒരു കൈപ്പത്തി കഴിഞ്ഞു. അത് ഞാൻ അവിടുന്ന് കട്ട് ചെയ്യിച്ചാൽ. അപ്പോൾ മോതിരവും ഒരു ഇതുവാക്കിയത് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാക്കിയത്. അവളെ കൈമിൽ വേറെ കൈ ചെയിനാണ്. അപ്പോൾ എൻ്റെ ആയ ബാംഗ്ലിയിലിട്ട് വെച്ചാൽ കുറച്ച് ടൈറ്റായിരിക്കും. ഇനി ഫുഡ് കഴിക്കട്ടെ. എൻ്റെ അമ്മയുടെ തറവാട്ടിൽ ഉണ്ടോയെന്നറിയില്ല. ഒന്നുമില്ലേ, ഞാനും ഇവനും അല്ല, ഇവൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ അമ്മയുടെ വീട് എന്നുള്ളത് ഓർമ്മയില്ല. എന്നാ ശരി. മഴ ബിരിയാണി നല്ല വാഴ
ഒരു സുലൈമാനി. ടേസ്റ്റ് ഉണ്ടല്ലേ? കല്യാണ ബിരിയാണി പോലുണ്ട്. ഒരു ബ്ലാക്ക് ടീ ഒരു ബ്ലാക്ക് കോഫി. ഒരു ബ്ലാക്ക് ടീ ഒരു ബ്ലാക്ക് കോഫി. അങ്ങനെയുള്ള ബിരിയാണി നമ്മുടെ കല്യാണം കിട്ടുന്നില്ല. നല്ല അടിച്ചു പൊളിമായ കേട്ടോ. അവിടുന്ന് പുഡിങ് മേടിച്ചതാണ്. ഒന്ന് പൈനാപ്പിളും ഒന്ന് ക്യാരമലും. ഏട്ടാ ഒന്ന് തുറന്നിട്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാവും. അതും ഷുഗർ സിറപ്പാണ്. ഇതെന്തൊക്കെ രണ്ടും ഒരുമിച്ച് തിന്നാൻ പോവാ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ക്യാരമൽ പുഡിങ് എന്താ ടേസ്റ്റ് നോക്കട്ടെ. ക്യാരമൽ പുഡിങ് എന്താ ക്യാരമൽ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഇല്ല. പൈനാപ്പിൾ രണ്ടിനും രണ്ട് ടേസ്റ്റാണ്. ഇതിപ്പോൾ വീണു ടാട്ട വണ്ടി എടുത്ത്.